പ്രിയമുള്ളവരെ, ഈ ഒരു ചെറിയ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ മുമ്പിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത്. ഇതിലൂടെ വിശാലമായ ധാരാളം അറിവുകൾ നേടാനുള്ള സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുക എന്നുള്ളതാണ്, നിങ്ങൾ ശ്രദ്ധയിലേക്ക് വിഷയം കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു ഷോർട്ട് വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കടന്നു വരാനുള്ള സൗകര്യങ്ങളും ഈ വീഡിയോയുടെ അവസാനത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും ആ വിഷയം എന്നുള്ള കാഴ്ചകളിലേക്കാണ് നിങ്ങൾ പോകുന്നത്. എൻ്റെ മുമ്പിലായിട്ട് ധാരാളം ആളുകൾ, ഒരു 4-5 പേരോട് ഇരിക്കുന്നുണ്ട്. ഇവരിൽ നിന്നാണ് നമുക്ക് ചിലത് അറിയാനുള്ളത്. അതായത് ഭാരതീയ കലയങ്കം എന്ന ഒരു പുതിയ സംവിധാനത്തിന് അവർ തുടക്കം കുറിക്കുകയാണ്. സംസ്ഥാനത്ത് ഉടനീളമായിട്ട് അവർ ഇതിൻ്റെ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് മലപ്പുറം ജില്ലയിൽ എൻ്റെ ഗ്രാമത്തിൽ വന്നപ്പോൾ, എൻ്റെ ശ്രദ്ധയിൽ വന്നപ്പോൾ ആ കാഴ്ചയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു കുറഞ്ഞ വീഡിയോ കൊണ്ട് മുഴുവനായിട്ട് എത്തിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഇവരുമായിട്ടുള്ള വിശദമായ ഒരു ഇൻ്റർവ്യൂ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ത് കാണാൻ വേണ്ടി മറന്നു പോകരുത്. അപ്പോൾ അശ്വമൻ ക്യാമറ നോട്ടെ. അപ്പോൾ ഒരിക്കലേ ഈ മൈക്കൊന്ന് പിടിക്കും. ഒരു ചെറിയൊരു കാര്യം, നമ്മൾ ഈ കളരി ഫൈറ്റ്, കരാട്ടെ, കുംഫു, തൈക്കോണ്ടോ, ജൂഡോ അങ്ങനെയൊക്കെയുള്ള ധാരാളം ആയോധന കലകൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കലയങ്കം എന്നുള്ളത് സത്യത്തിൽ എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ഒരുപക്ഷെ ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് ആയമത്ത് പഠിക്കാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഗുരുക്കന്മാരാണല്ലോ, ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ എന്നത്, അതിൻ്റെ വ്യക്തത സമൂഹത്തിന് കൊടുക്കാൻ ഏറ്റവും നല്ലത് നിങ്ങളായിരിക്കും. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു വിശദീകരണം വളരെ കുറഞ്ഞ സമയത്തുള്ളത്? ഈ കലയങ്കം എന്ന് പറയുന്നത് പൊതുവിൽ അറിയപ്പെട്ടൊരു പേരല്ലായിരുന്നു. അതിൻ്റെ ഇവിടെ നാട്ടിൽ അറിയപ്പെട്ടിരുന്നത് കളഞ്ചവിട്ട് വിദ്യ എന്നും ഒക്കെ ആയിരുന്നു. അതുപോലെ നാടൻ വിദ്യകളായിട്ടും കളഞ്ചവിട്ടി വിദ്യകളായിട്ടുമാണ് പഴയ കാലത്ത് പറഞ്ഞു വന്നിരുന്നത്. പക്ഷെ അതിൻ്റെ മുമ്പ് കാലം തന്നെ തൊട്ടേ കലയങ്കം എന്ന പേര് അതിനുണ്ട്. ആ പേരിനെ നമ്മൾ ഒന്നും കൂടി വളർത്തി മുന്നോട്ട് കൊണ്ടുവരിക എന്നാണ് ചെയ്തിരിക്കുന്നത്.